കോഴിക്കോട് വിജിൽ കൊലക്കേസ് പ്രതികൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. 2 ദിവസത്തേക്കാണ് 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 2ാം പ്രതി രഞ്ജിത്തിനെ സരോവരത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, ഇന്ന് തെളിവെടുപ്പ് എപ്പോഴാണ്? ഒപ്പം തന്നെ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ഇന്ന് തന്നെ ചോദ്യം ചെയ്യുമോ? ക്രിസ്റ്റീന, 2 ദിവസത്തേക്കാണ് ഈ 3 പ്രതികളെയും, അതായത് വിജിൽ നരഹത്യാ കേസിൽ 1ാം പ്രതി നിഖിൽ, 2ാം പ്രതി രഞ്ജിത്ത്, 3ാം പ്രതി ദീപേഷ്, ഈ 3 പേരെയും 2 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇതിൽ 2ാം പ്രതി രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. ആ രഞ്ജിത്തിനെ ഈ സരോവരത്തെ ചതുപ്പിൽ, അതായത് വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തിയെന്ന് പറയുന്ന ചതുപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് ഈ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ രഞ്ജിത്തിനെ ഈ ചതുപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മാത്രമല്ല 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ, 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കിട്ടിയത്, ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഈ ലഹരി ഉപയോഗത്തിനിടെ അമിതമായി ലഹരി ശരീരത്തിൽ കുത്തിവെച്ചതിന് പിന്നാലെയായിരുന്നു വിജിലിന് ബോധം പോവുകയും പിന്നീട് ഇത്തരത്തിൽ നമ്മൾ കണ്ടതുപോലെ അല്ലെങ്കിൽ അറിഞ്ഞതുപോലെ ഈ പ്രതികൾ വിജിലിന്റെ മൃതദേഹം അവിടെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയത്. എവിടെ നിന്നാണ് ഈ പ്രതികൾക്ക് ലഹരി കിട്ടിയത്? ആ ലഹരിയുടെ ഉറവിടം എവിടെ നിന്നാണ്? ആരാണ് ഇവർക്ക് ഇത് നൽകിയത്? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. എന്തിനാലും അല്പസമയത്തിനകം 2ാം പ്രതി രഞ്ജിത്തിനെ ഈ സരോവരത്തെ ചതുപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ക്രിസ്റ്റീന, ശരി. മിഥില ബാലനാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് വന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.